രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ല ഒരു യുവ നേതാവിനെ ചോദിച്ചാൽ ആരെ ചൂണ്ടിക്കാട്ടും? എന്നെ ഞാൻ തിരുത്തണമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവന ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ വിവാദമാണ് രാഷ്ട്രീയം. ഒന്നും തിരുത്തില്ല. ഒന്നും തിരുന്ന പ്രശ്നം എങ്ങനെയാണോ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. യെസ്, അപ്പോൾ ഇന്ന് റാപ്പിഡായ ചോദ്യങ്ങൾക്ക് ഫയർ മറുപടികളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനാണ്. ഫയറായ മറുപടികളുണ്ടോ? എന്ത് വേണം? റെഡി ആണപ്പോൾ. ബി ഗോപാലകൃഷ്ണൻ BJP കാരനായത് എന്തുകൊണ്ട്? ബി ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ട്. ആളുകൾ എന്ത് വിളിക്കുന്ന കേൾക്കാനാണ് ബി ഗോപാലകൃഷ്ണൻ ഇഷ്ടം. ഗോപു ഗോപു ഗോപു. എന്റെ ഗോപു. ഏറ്റവും വെറുക്കുന്ന ഇരട്ടപ്പേരെന്താണ്? എനിക്ക് ഇരട്ടപ്പേരില്ല. കേരളത്തിൽ BJPയുടെ യഥാർത്ഥ എതിരാളി ആരാ? ഞങ്ങൾക്ക് എതിരാളിയേ ഇല്ല. പിന്നെ എന്തിനാ മത്സരിക്കുന്നത്? സഹോദരന്മാരുടെ അംഗീകാരം കിട്ടാൻ. ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ടോ? എനിക്കെപ്പോഴും എല്ലാ സ്ഥാനാർത്ഥികളും ഇഷ്ടമാണ്. കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് തടസ്സം എന്ന് പറയുന്നത് എന്താണ്? BJP വളർന്നുകൊണ്ടേ ഇരിക്കുക, തടസ്സമില്ല. എല്ലാം സ്മൂത്ത് ആണ്. എല്ലാം സ്മൂത്ത്. ഇത്രയും സ്മൂത്ത് ആയിട്ടും കേരളത്തിൽ ഇതുവരെ നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റാൻ എന്തുകൊണ്ടാണ്? ഞങ്ങൾ 40 വർഷം കാത്തിരുന്നിട്ടാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ ക്ഷമയുണ്ട്, ഒരു ടെൻഷനും ഇല്ല. തിരുത്തണമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവന ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ വിവാദമാണ് രാഷ്ട്രീയം. ഒന്നും തിരുത്തില്ല. ഒന്നും തിരുന്ന പ്രശ്നം എങ്ങനെയാണോ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. BJP അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാവും? അത് ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ ആലോചിക്കും. കേരളം കണ്ടുള്ള ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോനോട് എനിക്ക് കുറച്ച് താല്പര്യമുണ്ടായിരുന്നു. EMS നമ്പൂതിരിപ്പാട് ഏതാണ്ട് ഒരു സർട്ടൻ എക്സ്റ്റെൻഡ് വരെ വാസ് ഗുഡ്. പിന്നെ എനിക്ക് കുറച്ച് താല്പര്യം തോന്നിയത് ഉമ്മൻചാണ്ടിയാണ്. ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ES അച്യുതാനന്ദൻ. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ല ഒരു യുവ നേതാവിനെ ചോദിച്ചാൽ ആരെ ചൂണ്ടിക്കാട്ടും? എന്നെ ഞാൻ യുവത്വം എന്ന് പറയുന്നത് ഹൃദയമാണ്. നിങ്ങൾ അത് ഞാൻ പറയും. മറ്റു പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ പറയാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയാണ് കാണുന്നത്. നടക്കില്ല. ഇനി ചില പേരുകൾ നമ്മൾ പറയും. ആ പേരുകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖർ. ഒരു സ്റ്റെപ്പ് ഓൺ ആയിട്ടുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ. VD സതീശൻ. ഇടയ്ക്കിടയ്ക്ക് പൊട്ടത്തരം വിളിച്ചു തുടങ്ങാം. പിണറായി വിജയൻ. അയാളുടെ വിചാരം അയാളാണ് ദൈവം. ചെന്നിത്തല. തലയില്ലാത്തൊരു മനുഷ്യനാണ് വാസ്തവത്തിൽ. സന്ദീപ് വാര്യർ. അയ്യേ, യാവക പേരൊന്നും പറയല്ലേ. K മുരളീധരൻ. നാളെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ നിൽക്കുന്ന ആളെ. അപ്പൊ എന്തോ ഒരു പാലം നിങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ. ഞങ്ങൾ കുറെ പാലം ഇട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഒരു മെച്യൂരിറ്റി കുറവുണ്ട്. പെരുമാറ്റം കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടും BJPക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന നേതാക്കൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അടുത്ത് ബി ഗോപാലകൃഷ്ണനോട് പാർട്ടി എങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞ ഒരു വിവാദ പ്രസ്താവന എന്താണ്? എന്നോട് പാർട്ടി ശ്രദ്ധിക്കുന്നു പറഞ്ഞില്ലല്ലോ. ഇവരെ പറഞ്ഞിട്ടില്ല. മലയാളികൾക്ക് വേണ്ടി ഉള്ള റാപ്പിഡ് ഫയറിലെ ആ ചോദ്യം, മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്ന് മൂന്നും കൂടി ചേർത്ത് പറഞ്ഞാൽ അതെന്നപ്പോ നമുക്ക് 3 പേരെ ഇഷ്ടപ്പെടുന്ന പറയാം. ഓക്കെ. അപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ റാപ്പിഡായി ഫയറായി നല്ല കിടിലം മറുപടികൾ പറഞ്ഞു. അപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ വിജയാശംസകൾ നേരുന്നു. അപ്പോൾ